റമദാനിൽ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഒരു പ്രാവശ്യമെങ്കിലും ഉന്നക്കായ ഉണ്ടാക്കും. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വന്നപ്പം കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു. ഉണക്കമുന്തിരി ഇടുമ്പോൾ അതൊന്ന് സിമ്മിലേക്ക് ആക്കി ഇടണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഫ്രൈ ആയിപ്പോവും. ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാൻ കട്ട് ചെയ്ത അണ്ടിപ്പരിപ്പാട്ടോ എടുത്തത്. ഫുള്ള് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും എത്താത്ത പോലെ ഇരിക്കും. അതുകൊണ്ട് കട്ട് ചെയ്ത് അണ്ടിപ്പരിപ്പ് എടുത്തു. അതുപോലെ ഈ നെയ്യിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് നെയ്യ് ഉണ്ടായതുകൊണ്ട് ഞാൻ നെയ്യ് എടുത്തതേ ഉള്ളൂ. കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ അതുകൊണ്ട്. പലരും പല മിക്സാട്ടോ അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ചിലർ മുട്ടയൊക്കെ ഇട്ടിട്ടാണ് ഫില്ല് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയാണ്. തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നല്ലപോലെ, ഒത്തിരി അല്ല എന്നാലും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ആ നെയ്യിൽ. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് കുറച്ച് 2 സ്പൂൺ പഞ്ചസാര ചേർത്തു. മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി മധുരമൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി പഞ്ചസാര 2 സ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു. പിന്നെ അതിലേക്ക് ചേർത്തത് ഏലക്കാപ്പൊടി ആട്ടോ. അപ്പോൾ ഏലക്കാപ്പൊടി എൻ്റെ അടുത്ത് എപ്പോഴും പൊടിച്ച് വെച്ചതുണ്ടാവും. അല്ലാത്തവരൊന്ന് 2-3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ടാലും മതി. പൊടിച്ചിടാണെങ്കിൽ ഇങ്ങനെ ആ തൊലിയൊന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടില്ല, അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്തിട്ട് അതൊന്ന് പതിയെ ഫ്രൈ ചെയ്തെടുത്തു. ഇതെല്ലാം സ്റ്റൗ സിമ്മിലിട്ടിട്ടാട്ടോ ചെയ്തത്, ഒത്തിരി മുരിഞ്ഞൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളിൽ വെക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പഴം സെറ്റാക്കണം. അപ്പോൾ ഞാൻ 2 ഏത്തപ്പഴം ആട്ടോ എടുത്തത്. അപ്പോൾ 2 ഏത്തപ്പഴം എടുത്തു. അത് ഉള്ളിൽ നിന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കായൊക്കെ എടുത്ത് കളഞ്ഞു. ഈ ഏത്തപ്പഴം അത്ര നല്ലതല്ലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചെറിയ കട്ട പോലെ ഇരിക്കുന്ന ഒരു ഏത്തപ്പഴമായിരുന്നു. മധുരം കുറഞ്ഞ ഏത്തപ്പഴമായതുകൊണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ കട്ടിയുള്ള ഏത്തപ്പഴം ആയതുകൊണ്ട് എനിക്ക് കുഴച്ചെടുക്കൽ ഒരു ടാസ്ക്കായിരുന്നു. ഇനി ചിലപ്പം ഏത്തപ്പഴത്തിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു നുള്ള അരിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ. കുറച്ച് അരിപ്പൊടി ചേർത്തെന്ന് വെച്ച് ടേസ്റ്റിലൊന്നും ഒരുപാട് വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തു. അതൊരു ടാസ്ക്കായിരുന്നു എന്നാലും. എന്നിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിൽ നിന്ന് കുറച്ച് വീതം എടുത്ത് പരത്തി അതിനുള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടത്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറേശ്ശെ ഒരുപാട് ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ 4 പേരുള്ള കാരണം 4 എണ്ണ ഉണ്ടാക്കിയുള്ളൂ. അത്യാവശ്യം വലിപ്പത്തിലാട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒരെണ്ണം തന്നെ കഴിച്ചാൽ വയറ് നിറയുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് നല്ലപോലെ അടച്ച് റെഡിയാക്കിയിട്ട് 4ഉം അതുപോലെ ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഈ ഫില്ല് ഒരുപാടായി കഴിയുമ്പം അതിങ്ങനെ അടഞ്ഞു കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് ഒത്തിരി ഫില്ല് ചെയ്യണ്ട, കുറച്ച് മാത്രം ഫില്ല് ചെയ്തിട്ട് ഒന്ന് അടച്ചെടുത്താൽ മതി കേട്ടോ. നെയ്യ് ഉള്ളതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അത് 4ഉം എടുത്തു വെച്ചിട്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണയിലാട്ടോ വറുത്തെടുത്ത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. നല്ലപോലെ ചൂടായപ്പം അതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്തു. ഞാൻ എന്ത് സാധനം ഫ്രൈ ചെയ്യാനിട്ടാലും ഇട്ട് അപ്പം തന്നെ ഒന്ന് മറിച്ച് നോക്കൽ എൻ്റെ ഒരു ഹോബിയാണ്. എനിക്ക് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, എനിക്കങ്ങനെ പെട്ടെന്ന് മറിക്കാൻ തോന്നും, പെട്ടെന്ന് കരിഞ്ഞു പോവോ എന്നോർത്തിട്ട്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് ഞാൻ ഓരോന്നും അതിലേക്ക് പെറുക്കിയിട്ടു. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് വേവിക്കാനൊന്നും ഇല്ല, നല്ലപോലെ വെന്ത പഴവും പിന്നെ അതിൽ വെച്ചേക്കുന്ന മിക്സ് ആണെങ്കിലും നമ്മൾ അത്യാവശ്യം കുക്ക് ചെയ്തെടുത്താലോ, അതുകൊണ്ട് ഒരുപാട് വേവാനൊന്നുമില്ല. അതൊന്ന് പുറം ഭാഗം മാത്രം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ബ്രൗൺ കളറൊക്കെ നല്ലതായിട്ട് വരണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ, മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. സ്പൂണൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. സംഗതി അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നമ്മൾ പഴത്തിലും കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും നെയ്യൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും.